Hello friends, this is Nebu. Welcome to Stock Review Volume 4. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫൻസ് സെക്ടറിനെ കുറിച്ചാണ്. ഡിഫൻസ് സെക്ടർ ഒരു കറക്ഷൻ മോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈസ് ഇറ്റ് എ റൈറ്റ് ടൈം ടു ഇൻവെസ്റ്റ്? നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നമ്മളിപ്പം സ്ക്രീനിൽ കാണുന്നത് നിഫ്റ്റി ഇന്ത്യ ഡിഫൻസിൻ്റെ ഡെയിലി ചാർട്ടാണ്. ഓരോ ക്യാൻഡിലും ഓരോ ദിവസത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നു. നമ്മൾ ഈ ചാർട്ടിൽ നോക്കുമ്പം നിഫ്റ്റി ഡിഫൻസ് ഒരു 5074 എന്ന റേഞ്ചിൽ വന്ന് ഒരു കറക്ഷൻ നടത്തി. ഈ ഒരു രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ഇതിനെ നമുക്ക് ഒരു സപ്പോർട്ട് എന്ന് പറയാം. ഓക്കെ, ഈ ഒരു സപ്പോർട്ട് എടുത്തിട്ട് 5074 എന്ന റേഞ്ചിനെ സപ്പോർട്ട് എടുത്തിട്ട് ഇവിടുന്ന് നല്ലൊരു റാലി തന്നു. ഓക്കെ, ഇവിടുന്ന് 9195 വരെയും ആ സെക്ടർ നിഫ്റ്റി ഡിഫൻസ് സെക്ടർ നല്ലൊരു റാലി തന്നു. ഓക്കെ, എത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് തന്നു കസ്റ്റമേഴ്സിന് അതുകൂടെ നോക്കാം. ഇവിടെ നമ്മൾ നോക്കുമ്പം ഇവിടെ വരെയും ഓൾമോസ്റ്റ് 81% ആണ് ഒരു റാലി തന്നത്. വെരി ഗുഡ് അല്ലേ? നല്ലൊരു റാലി ഇൻ 3 months, അതായത് 3rd March മുതൽ 6th June വരെ 3 മാസം കൊണ്ട് 81% ആണ് നല്ലൊരു റാലി തന്നത്. അത് കഴിഞ്ഞിട്ട് ഈ സ്റ്റോക്ക് ഒന്ന് കറക്റ്റ് ചെയ്തു. അപ്പം നമ്മുടെ കറക്ഷനിൽ എത്ര ശതമാനം കറക്റ്റായിന്നൂടെ നോക്കാം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടം വരെയും ആ സ്റ്റോക്ക് 19% കറക്ഷനായി. ഓക്കെ, 80%, 81% റാലി തന്നപ്പം 19% സ്റ്റോക്ക് കറക്റ്റ് ചെയ്തു. അതായത് നമ്മൾ റൗണ്ടിൽ എടുക്കുവാണെങ്കിൽ 80% റാലി തന്നപ്പം 20% കറക്ഷനിൽ കൂടെ പോയി. അപ്പം ഇവിടുന്ന് കയറിയ ഒരാൾക്ക് ഇപ്പം അറ്റ് പ്രസൻറ്റ് 60% പ്രോഫിറ്റിലായിരിക്കും ഇരിക്കുന്നത് അല്ലേ? ഇവിടുന്ന് കയറിയ ഒരു വ്യക്തി സ്റ്റോക്ക് ഇവിടെ ഇവിടെ കറക്റ്റ് ചെയ്തപ്പം സ്റ്റിൽ ആ പേഴ്സണ് 60% പ്രോഫിറ്റ് ഹോൾഡ് ചെയ്യുവാണ്. അപ്പം നമ്മൾ പെട്ടെന്ന് ചില സെക്ടറൊക്കെ റാലി ചെയ്യുമ്പം നമ്മൾ അഡ്വാൻസായിട്ട് ആ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ കുറേ ദിവസം കഴിഞ്ഞ് ആ സെക്ടർ നല്ലതായിട്ട് ഒന്ന് റാലിയൊക്കെ നടത്തി. ഇപ്പോൾ എക്സാമ്പിൾ, ഒരു വ്യക്തി ഈ റാലി കണ്ടു, ഇതെല്ലാം കണ്ട് നോക്കിയിരുന്ന് എന്നിട്ട് ഇവിടുന്ന് കയറിയെന്ന് വെച്ചോ. ഇവിടുന്ന് കയറിയ വ്യക്തിക്ക് അവൻ ചിലപ്പം അവൻ ഹോൾഡ് ചെയ്യുന്നത് മൈനസിലായിരിക്കും. അവൻ്റെ സ്റ്റോക്ക് ഇപ്പോൾ മൈനസിലായിരിക്കും പോകുന്നത്. ഇവിടുന്ന് കയറിയ വ്യക്തിക്ക് അവന് ചെറിയൊരു ശതമാനം പ്രോഫിറ്റ് അല്ലെങ്കിൽ 0 പ്രോഫിറ്റ് ആയിരിക്കും. ഓക്കെ, അതേസമയം ഇവിടുന്ന് കയറിയ ആക്കോ, ഈ റാലിയുടെ അവസാനം പോയി കയറിയ ആക്കോ ഭയങ്കര നെഗറ്റീവിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ, ഇവിടുന്ന് കയറിയ ആൾക്കാരെല്ലാം കരയുമായിരിക്കും, ഞാൻ ഈ സ്റ്റോക്കിൽ കയറി എൻ്റെ പൈസയെല്ലാം പോയി, എൻ്റെ സ്റ്റോക്കെല്ലാം നെഗറ്റീവിലാണ്. കറക്റ്റാണ്. ഇവിടുന്ന് ജൂൺ മുതൽ ഇന്ന് ഫെബ്രുവരി വരെയും ഈ സ്റ്റോക്ക് സൈഡ് വേസ് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പം ഇവർ എത്ര നാൾ പ്രതീക്ഷിക്കും ഇനി ഈ സ്റ്റോക്ക് മേളിൽ കയറുമോ ഇല്ലയോ ബട്ട് ബിക്കോസ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നെഗറ്റീവിലാണ് പോകുന്നത്. നമ്മളെ പലരും വിളിക്കുമ്പം അവരൊക്കെ എന്നോട് പറയാറുണ്ട്, എൻ്റെ ഡിഫൻസ് സെക്ടറിൽ ഈ സ്റ്റോക്ക് എല്ലാം നെഗറ്റീവിലാണ്. റീസൺ ഈസ് ദിസ്, നിങ്ങൾ അവസാനത്തെ സ്റ്റേജിലാണ് നിങ്ങൾ അതിൽ കയറിയത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ലോസിലിരിക്കുന്നത്. അതേസമയം ഇവിടുന്ന് കയറിയ ആൾ സ്റ്റിൽ ഈസ് ഹോൾഡിങ് 60%. ഓക്കെ, അപ്പം നമ്മൾ ഇതിനകത്ത് ഈ റിവേഴ്സൽ ഒരു സ്ട്രോങ് പോയിൻറ്റിനെ കുറിച്ച് നമുക്ക് നോക്കാം. അതിന് ട്രേഡിംഗ് വ്യൂവിൽ 2 ഇൻഡിക്കേറ്ററുണ്ട്. ഒന്ന് ഫിബനാച്ചി റിട്രേസ്മെൻറ്റ് എന്നും പറഞ്ഞൊരു ഇൻഡിക്കേറ്ററും അതേപോലെ ട്രെൻഡ് ബേസ്ഡ് ഫിബനാച്ചി എക്സ്റ്റൻഷനും. ഓക്കെ, ഇത് രണ്ടും കണക്റ്റഡ് ആണ്. അപ്പം നമ്മളൊരു നല്ലൊരു സ്റ്റോക്കിനെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പം അതിൻ്റെ ഏറ്റവും നല്ല ബെസ്റ്റ് പോയിൻ്റ് എവിടാണ് കയറേണ്ടിയെന്ന് അറിയുന്നത് നമ്മൾ ഈ ഫിബനാച്ചി റിട്രേസ്മെൻറ്റിൽ കൂടെ. ഓക്കെ, അപ്പം ഈ ഒരു സ്റ്റോക്കിൻ്റെ ഏറ്റവും ബെസ്റ്റ് പോയിൻ്റ് എവിടാണ് നമുക്ക് കയറാൻ പറ്റിയെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഈ സെക്ടറിൽ
സ്റ്റോക്കല്ല, സോറി. ഇപ്പോൾ നമ്മൾ ഫിബനാച്ചി റിട്രേസ്മെൻറ്റിനെ കുറിച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് പറയുന്നത് ഫിബനാച്ചി റിട്രേസ്മെൻറ്റ് സ്ട്രാറ്റജീസ് ഐഡൻറ്റിഫൈസ് പൊട്ടൻഷ്യൽ സപ്പോർട്ട് ബൈയിങ് ഓർ റെസിസ്റ്റൻറ്റ് സെല്ലിംഗ് ലെവൽസ് ഡ്യൂറിങ് മാർക്കറ്റ് പുൾബാക്സ്. Okay, typically using 38.2%, 50%, 61.8% and 78.6% levels. ഓക്കെ, ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ്, അതായത് നമ്മളൊരു സ്റ്റോക്ക് നല്ല ഡിസ്കൗണ്ടിൽ കിട്ടുന്ന നമുക്ക് ആ വേർഡ് പല യൂട്യൂബേഴ്സിൽ നിന്ന് നമ്മൾ കേട്ട് കാണുമല്ലോ, ആ സ്റ്റോക്ക് നല്ല ഡിസ്കൗണ്ടിൽ കിടക്കുവാണെന്ന് എന്ന് പറയുന്ന പോലെ ആ ഒരു ലെവലാണ് ഗോൾഡൻ പോക്കറ്റ്. ഏറ്റവും ബെസ്റ്റ് ഡിസ്കൗണ്ട് ലെവലാണ് ഒരു സ്റ്റോക്കിൻ്റെ 61.8%. ഓക്കെ, 50% ഇസ് എ മിഡ് ലെവൽ. അതുപോലെ തന്നെ 38.2% റിട്രേസ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ, 38.2% ഒരു പുൾ ബാക്ക് നടത്തുവാണെങ്കിൽ ദാറ്റ് വിൽ ബി എ ഹെൽത്തി ആൻഡ് ഫാസ്റ്റ് മൂവിങ് ട്രെൻഡ് ആയിരിക്കും. പെട്ടെന്നായിരിക്കും അത് പ്രോഫിറ്റ് തരാൻ പോകുന്നത്. ഒരു സ്റ്റോക്ക് 38.2% വന്നിട്ട് പുൾ ബാക്ക് ചെയ്യുമ്പം ഒരു നല്ല സ്ട്രോങ് പുൾ ബാക്ക് ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് തിരിച്ച് ചാർട്ടിൽ പോകാം. നമുക്കിതിൻ്റെ റിട്രേസ്മെൻറ്റ് ലെവൽ ഒന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ഫിബനാച്ചി റിട്രേസ്മെൻറ്റ്. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്റ്റോക്ക്, ഈ സെക്ടർ എവിടുന്നാണ് റാലി നടത്തിയ അവിടുന്ന്, ഓക്കെ, എവിടുന്നാണ് റാലി നടത്തി അവിടുന്ന് റാലി എൻഡ് ചെയ്ത പോയിൻ്റ് വരെ നമ്മൾ എടുക്കണം. എടുത്തു കഴിയുമ്പം ഫിബനാച്ചി റിട്രേസ്മെൻറ്റ് ലെവൽസ് കാണിക്കും. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ഒരു ഏറ്റവും നല്ല സ്ട്രോങ് ഒരു പുൾ ബാക്ക് നടക്കുന്ന ഒരു റേഞ്ചാണ് 38.20. ഓക്കെ, 38.2% often respected in strong fast moving trends suggesting a healthy pullback. ഓക്കെ, അതാണ് ഈ 38.2. പിന്നെ ഒരു സ്റ്റോക്കിൻ്റെ ഏറ്റവും നല്ല ഡിസ്കൗണ്ട് പ്രൈസിൽ ലഭിക്കുന്ന ഒരു റേഞ്ചാണ് 61.80. അതായത് നല്ലൊരു റാലി തന്നു, അത് കഴിഞ്ഞിട്ട് നല്ലതായിട്ട് അത് കറക്റ്റ് ചെയ്ത് 61.80 എന്ന ലെവലിൽ വരുമ്പം അതിന് ഏറ്റവും ബെസ്റ്റ് ഡിസ്കൗണ്ട് പ്രൈസിൽ ആ സ്റ്റോക്ക് അവൈലബിൾ ആണെന്നുള്ളതിനാണ് ഈ ഒരു റേഞ്ച്. അതാണ് ഇവർ പറയുന്നത് ഗോൾഡൻ റേഷ്യോ അല്ലെങ്കിൽ ഗോൾഡൻ പോക്കറ്റ്. അവിടെ ഒരു സ്റ്റോക്ക്, നല്ലൊരു സ്റ്റോക്ക്, എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഏഷ്യൻ പെയിൻറ്റ്സ് ഭയങ്കരമായിട്ട് റാലി ചെയ്ത് ഭയങ്കരമായിട്ട് പ്രോഫിറ്റ് തന്ന ഒരു സ്റ്റോക്കാണ്. പക്ഷേ അത് കണ്ടമാനം കറക്റ്റ് ചെയ്തു. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഈ ട്രേഡിംഗ് വ്യൂവിൽ പോയിട്ട് അതിൻ്റെ ഫിബനാച്ചി റിട്രേസ്മെൻറ്റ് എടുത്ത് നോക്കാമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ഏത് ലെവലിൽ വരെയും ആ സ്റ്റോക്ക് വന്നിട്ടാണ് പുൾ ബാക്ക് നടത്തിയെന്ന്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഇവിടെ ഡിഫൻസ് സെക്ടറിനെ നോക്കുമ്പം 38.20 ലെവലും അതിനേക്കാട്ടിലും ചെറിയൊരു അതിൻ്റെ പകുതി, അതായത് 50% മിഡിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് പുൾ ബാക്ക് നടത്തിയിട്ടുണ്ട്. ഇതാണ് ഏറ്റവും ബെസ്റ്റ് റേഞ്ച്. പലവട്ടവും ഇവിടെ വന്നു അതൊന്ന് പുൾ ബാക്ക് നടത്താൻ നോക്കി, പിന്നെ അത് കഴിഞ്ഞിട്ട് സ്ലിപ്പായി 38 പോയിൻ്റ് താഴെ വന്നു അത് വീണ്ടും ഒരു പുൾ ബാക്ക് നടത്തിയിട്ട് സ്റ്റോക്ക് ഇപ്പം സൈഡ് വേസ് പോവാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് എനി ടൈം റാലിക്ക് വേണ്ടി റെഡി ആയിരിക്കുകയാണ്. എനി ടൈം ഈ സെക്ടർ പുതിയൊരു റാലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. റാലി തുടങ്ങിയിട്ടില്ല, പുതിയൊരു റാലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. എനി ടൈം ബും ഇറ്റ് വിൽ കൈ നമുക്കൊന്നും പിടിക്കാൻ പറ്റാത്ത രീതിയിൽ ഇവിടുന്ന് 3 മാസം കൊണ്ട് 80% തന്ന പോലെ ഒരു പോക്ക് പോവും. സോ ആ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നമ്മൾ റെഡി ആയിരിക്കണം. ഓക്കെ, നമ്പർ 1. അപ്പോൾ നമ്മളിനി ഫിബനാച്ചിന്ന് നമ്മൾ ഫിബനാച്ചിയുടെ റിട്രേസ്മെൻറ്റ് ലെവൽ കണ്ടുപിടിച്ചു. ഒന്ന് 38.2, ഒന്ന് 61.8. ഇത് രണ്ടുമാണ് ദി ബെസ്റ്റ്. ഓക്കെ, 38.2 വരുവാണെങ്കിൽ പെട്ടെന്നൊരു റിവേഴ്സൽ നടക്കും. 61.80 എന്ന് പറയുന്നത് ഒരു ദി ബെസ്റ്റ് ഡിസ്കൗണ്ട് പ്രൈസാണ്. ഒരു നല്ല സ്റ്റോക്കിൻ്റെ ഏറ്റവും നല്ലൊരു ഡിസ്കൗണ്ട് പ്രൈസ് ലെവലാണ് 61.8. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾക്കിത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മളിനി അടുത്തൊരു ഇതിൻ്റെ ഇനി ഈ ഒരു റിവേഴ്സൽ നടക്കുമ്പം, പുൾ ബാക്ക് നടക്കുമ്പം
ഈ നമ്മുടെ ടാർഗറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതിലൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അതിന് ഉപയോഗിക്കേണ്ട ഇൻഡിക്കേറ്ററാണ് ട്രെൻഡ് ബേസ് ഫിബനാച്ചി എക്സ്റ്റൻഷൻ. അപ്പോൾ അതെന്താണെന്നൂടെ നമുക്ക് നോക്കാം. The trend-based Fibonacci extension is a 3-point technical analysis tool used to project potential future price targets. Okay, potential future price targets, resistance, support during a trend, typically after a pullback. Okay, അപ്പം നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ഈ റിവേഴ്സൽ നടക്കുന്ന സമയത്ത്, പുൾ ബാക്ക് നടക്കുന്ന സമയത്ത് ഇത് എവിടം വരെയും എത്താൻ സാധ്യതയുണ്ട്, ഇതിൻ്റെ ടാർഗറ്റ് എവിടം വരെയും നമുക്ക് ചെല്ലും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിനെന്താ ചെയ്യുന്നത്, സെയിം തിങ് ആണ്. നമ്മൾ എങ്ങനെയാണ് ഫിബനാച്ചി റിട്രേസ്മെൻറ്റ് ചെയ്ത് അതേപോലെ നമ്മളിവിടെ ചെയ്യണം. പിന്നെ ഒരു എക്സ്ട്രാ കാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുന്ന് നമ്മൾ ഇതിന് എവിടെയാണ് റാലി എൻഡ് ചെയ്തത് അവിടെ കൊണ്ടുപോവുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ വീണ്ടും നമ്മൾ നോക്കേണ്ടത് എവിടെയാണ് പുൾ ബാക്ക് നടന്ന് അവിടെ പിടിക്കുക. അപ്പം നമ്മൾ ഇങ്ങനെയാണ് ഒരു 3 പോയിൻ്റ് എടുത്ത് 1, 2 സ്റ്റാർട്ടിംഗ് പോയിൻ്റ്, എൻഡിങ് പോയിൻ്റ്, പിന്നെ കറക്ഷൻ്റെ എൻഡിങ് പോയിൻ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുന്നുടനെ ഇത് നമുക്ക് ടാർഗറ്റ് വരും. 100% ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതാണ്. 100% 11,503 ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ടാർഗറ്റ് എ എന്ന് പറഞ്ഞ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 11,503 ആണ് 100%. ഓക്കെ, ഇവിടുന്ന് ഈ ഭാഗത്തുനിന്ന് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് 100% ലഭിക്കുന്നത് 11,503 എന്ന ലെവലിൽ. സെക്കൻഡ് ടാർഗറ്റ് 200%, അതായത് 15,618. ഈ 200% ഒക്കെ എത്താൻ സമയമെടുക്കും, പക്ഷേ ഇറ്റ് ഈസ് പോസിബിൾ ഫോർ 100% ഇൻ ഷോർട്ട് പീരിയഡ്. ഓക്കെ, ഈ ഒരു റാലി തരാൻ സാധ്യതയുണ്ട്. നമ്മളിവിടെ ഈ റാലി തന്നെ നമ്മൾ 80% കണ്ടില്ലേ, 78ൻ്റെ മേളിൽ വരെയും ചെന്നിട്ട് റിവേഴ്സ് ചെയ്തു എന്ന് പറയുന്ന പോലെ ഇവിടുന്ന് ഒരു റാലി തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഈ ഒരു ലെവലിലെത്താൻ പറ്റും. ഓക്കെ, നമ്മളതിൻ്റെ ഒരു പാസ്റ്റ് വീക്ക്ലി ക്യാൻഡിലിൽ കൂടെ നമുക്ക് നോക്കാം. വേറെ റിട്രേസ്മെൻറ്റ് വല്ലതും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഇത് ഞങ്ങൾ ക്ലോസ് ചെയ്യുവാണ്. അപ്പോൾ വീക്ക്ലി ചാർട്ടിലോട്ട് പോവാം. ഇതിപ്പോൾ നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടാണ്. നമ്മൾ വീക്ക്ലി ചാർട്ടിൽ നോക്കുമ്പം വീണ്ടും നമ്മൾ ഒരു നല്ലൊരു ഫിബനാച്ചി റിട്രേസ്മെൻറ്റ് നമ്മൾ കാണാൻ പറ്റും. ഇവിടുന്ന് ഒരു റാലി തുടങ്ങി, അതായത് 23 മാർച്ച് 2020. ഓക്കെ, 23 മാർച്ച് 2020 ഒരു റാലി തുടങ്ങിയിട്ട് ഈ 1 ജൂലൈ 2024 വരെയും നല്ല ബ്യൂട്ടിഫുൾ ഒരു റാലി തന്നു. പിന്നെ സ്റ്റോക്ക് ഒന്ന് കറക്റ്റ് ചെയ്തു. കറക്ഷൻ അവസാനിച്ചത് 3 മാർച്ച് 2025. അപ്പം ഓൾമോസ്റ്റ് മോർ ദാൻ 6 months ഒരു റാലി തന്നു. കറക്ഷനിൽ കൂടെ പോയി സ്റ്റോക്ക്. ഓക്കെ, അപ്പോൾ നമ്മളിതിൻ്റെ റിട്രേസ്മെൻറ്റ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഈ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിൽ നിന്ന് പിടിച്ച് നോക്കാം. സ്റ്റാർട്ടിംഗ് പോയിൻറ്റിൽ നിന്ന് ഇവിടെ വരെ നമ്മൾ എടുക്കുമ്പം 38% കണ്ടോ, വീണ്ടും നമുക്കൊരു റിട്രേസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. 38%, 38.20. അതിൻ്റെ കൂടെ ചെറുതായിട്ട് താഴെയാണ് റിട്രേസ്മെൻറ്റ് വന്നേക്കുന്നത്. അപ്പം നമ്മൾ പാസ്റ്റ് എങ്ങനെ ഇത് പെർഫോം ചെയ്തെന്ന് നോക്കുമ്പം ഇവിടുന്ന് നല്ലൊരു റിട്രേസ്മെൻറ്റ് തന്നു. ഓക്കെ, നമുക്കിതിൻ്റെ ഫിബനാച്ചി എക്സ്റ്റൻഷൻ വെച്ചിട്ട് നമ്മൾ മുമ്പേ പറഞ്ഞത് അത് ആക്യുറേറ്റ് ആണോ അല്ലയോ എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ മുമ്പേ കണ്ടത് ഇവിടുന്ന് ഇതെടുത്തിട്ടാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തേക്കുവാണ് ഇതിൻ്റെ എവിടെ എത്തുമെന്നുള്ളത്. പക്ഷേ ഇവിടെ നമുക്ക് നോക്കാം പാസ്റ്റിൽ എങ്ങനെയാണ് പെർഫോം ചെയ്തതെന്ന്. പിന്നെയും നമ്മൾ ബാക്ക് ഡേറ്റഡ് അടിച്ച് നമുക്ക് നോക്കുമ്പം ഈ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിൽ നിന്ന് ഈ എൻഡ് പോയിൻ്റ് വരെയും പോന്നു. അവിടുന്ന് വീണ്ടും തിരിച്ച് ഈ ലെവലിൽ കൊണ്ടുവരുന്നു. കണ്ടോ, ഇവിടുന്ന് ഒരു റാലി നിഫ്റ്റി തന്നു. അത് എത്ര ശതമാനം? 50% എത്തിയിട്ടുണ്ട്. 50% എത്തിയിട്ട്
നിഫ്റ്റി ചെറുതായിട്ടൊരു സൈഡ് വേസ് പോവാണ്. ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതേപോലെയാണ്, കണ്ടോ, ഒരു സൈഡ് വേസ് പോയ കണ്ടോ, ഇവിടെ ഒരു കറക്ഷൻ നടന്നു, അത് കഴിഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ട് ഒരു കറക്ഷൻ നടന്നു, സൈഡ് വേസ് പോയി, അത് കഴിഞ്ഞിട്ട് വീണ്ടും റാലി നടത്തി, ഒരു സൈഡ് വേസ് പോയി, വീണ്ടും റാലി നടത്തി, സൈഡ് വേസ് പോയി. ഇങ്ങനെ പോകത്തുള്ളൂ സ്റ്റോക്ക്. ഒരിക്കലും ഒറ്റയടിക്ക് നേരെ അങ്ങനെ പോകത്തില്ല. കുറച്ച് കയറും, ഒരു സൈഡ് വേസ് പോവും, കുറച്ച് കയറും, സൈഡ് വേസ് പോവും, അങ്ങനെ. അപ്പോൾ ഇതിനെ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ടാർഗറ്റ് 100% എവിടാണ്? ഇതാണ്, അതാണ് ടാർഗറ്റ് ബി 100% ഞാൻ ഇട്ടേക്കുന്നത്. നമ്മൾ രണ്ടാമത്തെ ബാക്ക് ഡേറ്റ് അടിച്ച് നോക്കിയപ്പം കാണുന്നത് 12,000. അതേപോലെ തന്നെ ടാർഗറ്റ് ബി 20,655. ഓക്കെ, ദിസ് വിൽ ടേക്ക് ടൈം. പക്ഷേ ഇപ്പോഴത്തെ കറണ്ട് പീരിയഡിൽ വി ക്യാൻ എക്സ്പെക്റ്റ് ഐദർ ദിസ് ലെവൽ ഓർ ദിസ് ലെവൽ. ഓക്കെ, ഈ ഒരു ലെവലിൽ ഡിഫൻസ് സ്റ്റോക്ക് ഈ വരുന്ന വർഷങ്ങളിൽ എത്താൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ നല്ല സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇവിടുന്ന് ഒരു ബും എന്നും പറഞ്ഞ് ഒരു സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മൾ നല്ല സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മുമ്പ് ഇവിടെ കിട്ടിയ പോലെ 3 മാസം കൊണ്ട് കിട്ടിയ ആ ഒരു 80% ഗ്രോത്ത്, ഓക്കെ, 80% പ്രോഫിറ്റ് നമുക്ക് വീണ്ടും ഇവിടെ എടുക്കാൻ പറ്റും. അപ്പം അതിനു വേണ്ടി നിങ്ങൾ നല്ല ഡിഫൻസ് സ്റ്റോക്കിൽ, പൊട്ടൻഷ്യലായിട്ടുള്ള നല്ല ഡിഫൻസ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ then you can expect a good return in coming months. ഓക്കെ, ഇനിയും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ സ്റ്റോക്ക് പൊട്ടൻഷ്യൽ ഫോർ ദിസ് ഈ ഒരു ഗ്രോത്തിൽ ഏതൊക്കെ സ്റ്റോക്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് നമുക്കൊരു സ്റ്റഡി നടത്താം. അതിന് ഇത്രയും നേരം കണ്ടിട്ടുള്ളവർ നിങ്ങൾ എൻ്റെ പെയ്ഡ് മെമ്പർഷിപ്പ് എടുക്കുക. പെയ്ഡ് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ സ്റ്റോക്കാണെന്നുള്ളത് നിങ്ങൾക്കതിൽ കാണാൻ പറ്റും. ഓക്കെ, thank you for watching, and I humbly request please join my paid subscription. Thank you.